നടികർ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സുരേഷ് കൃഷ്ണ, സൗബിൻ ഷാഹിർ, ഭാവന, ബാലു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ച നടികർ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു സ്വയം മറന്ന കട്ട ഈഗോയുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ ഒരു നല്ല നടൻ അല്ല ഒരു നല്ല മനുഷ്യനാക്കുന്നതാണ് പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയാം. വളരെ റിച്ച് ആയിട്ടുള്ള വിഷ്വൽസ്, മികച്ച മ്യൂസിക്, ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഇത്രയുമാണ് പോസിറ്റീവ്സിൽ ആദ്യം തന്നെ പറയാനുള്ളത്. സിനിമ തുടങ്ങുമ്പോഴുള്ള ഒരു ടൈറ്റിൽ ഇൻട്രൊഡക്ഷനിൽ ആ ഒരു സീന് പൊളിയായിരുന്നു. ഓരോ കാലഘട്ടങ്ങളിലായിട്ട് മലയാള സിനിമയുടെ ടൈറ്റിൽ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് അവിടെ ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുവന്നത് നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ടൊവിനോ, സുരേഷ് കൃഷ്ണ, അതുപോലെ സൗബിൻ ഷാഹിർ, ബാലു വർഗീസ് ഇവരെല്ലാവരും കൊള്ളായിരുന്നു. ടൊവിനോയുടെ ലുക്ക്, സ്വാഗ്, അമ്പോ എന്നെ ലുക്കാണ് ഈ മച്ചാൻ, എന്നെ ഒരു ബോഡിയാണ്. ഒടുക്കത്തെ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു കേട്ടോ. ചില ഇമോഷണൽ രംഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്ദ്രൻസുമായിട്ടുള്ളത്, ലാസ്റ്റ് സൗബിന്റെ വീട്ടിലെത്തുന്നത്, അതൊക്കെ എനിക്ക് നന്നായിട്ട് കണക്ട് ആയി. ചന്തു, സലിംകുമാർ, ഭാവന ഇവർ രണ്ടുപേർക്കും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും രണ്ടുപേരും കൊള്ളായിരുന്നു. രഞ്ജിത്ത്, അനൂപ് മേനോൻ, ഗണപതി, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ലാൽ ഉൾപ്പെടെ ഗസ്റ്റ് റോളിൽ ഒരുപാട് താരങ്ങൾ പടത്തിലുണ്ട്. നേഹ ആൻഡ് ആക്ഷൻ ടീമിന്റെ ബിജിഎമ്മും മ്യൂസിക്കും പൊളിയാണ്. പടം ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. ഇതിന്റെ ക്യാമറ, ലൈറ്റിംഗ്, എഡിറ്റിംഗ് ഒക്കെ നല്ല റിച്ച് ആണ്. ആൽബിയാണ് പടത്തിന്റെ ക്യാമറമാൻ, അതുപോലെ രതീഷ് രാജിന്റേതാണ് എഡിറ്റിംഗ്. ജീൻ പോളിന്റെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും പടത്തിന്റെ പോസിറ്റീവ് ആയിട്ട് തന്നെ പറയണം. സാധാരണ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന സിനിമകളിൽ അതിൽ കാണിക്കുന്ന ഒരു സാങ്കല്പിക സിനിമ ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ പേരും പോസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര ക്രിഞ്ചായിരിക്കും, നല്ല ബോറായിരിക്കും. ഈവൻ ഉദയനാണ് താരത്തിൽ പോലും അവർ ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു സിനിമയുണ്ടല്ലോ, എന്താ അന്ന് പെയ്തൊരു മഴയിലോ, എന്തോ അത് നല്ല ബോറായിട്ടാണ് എനിക്ക് അന്നേ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പടത്തിൽ ആദ്യം ടൊവിനോ അഭിനയിച്ച കുറേ സിനിമകളുടെ പോസ്റ്റേഴ്സ്, കുറച്ച് ഫൂട്ടേജ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതെല്ലാം പൊളിയായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്. ചില കോമഡി സീൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കായിരുന്നു ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ച് സുരേഷ് കൃഷ്ണ, ബാലു, ടൊവിനോ, സൗബിൻ ടീമിൻ്റേത്. പിന്നെ അതുപോലെ മിന്നൽ മുരളി മുതൽ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ ഒരുപാട് റെഫറൻസ് പടത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നൈസായിരുന്നു. അത് കണ്ടപ്പോൾ ഇന്റർവെല്ലൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പടം കൊള്ളാലോ, വെറൈറ്റി ആണല്ലോ എന്നൊക്കെ. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു പൂർണ്ണ സംതൃപ്തി നൽകിയേയില്ല. ചില കോമഡികൾ വർക്കായപ്പോൾ ചിലത് പാളി. ഏറ്റവും ഭാരമായത് സെക്കൻഡ് ഹാഫിലെ ചില വൈകാരിക നിമിഷങ്ങളാണ്. ഇമോഷണൽ രംഗങ്ങളൊക്കെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആ ഒരു നെടുനീളൻ സീനുണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നല്ല ബോറായിരുന്നു. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഇമോഷണലി കണക്ട് ആവുന്ന 1-2 സീൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് വിത്ത് ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ ഒന്ന് സൗബിന്റെ വീട്ടിൽ വരുന്നത്. ഈ ഒരു ഭാഗം കൊണ്ട് പടം നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ അതിന്റെ 100-1 ഇഫക്റ്റ് പോലും ഇല്ലാത്ത ആ ക്ലൈമാക്സ് സീൻ കൊണ്ട് പടം പഴപ്പിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നത് തന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. ഒരു കോടീശ്വരനായിട്ടുള്ള സൂപ്പർ സ്റ്റാറിന്റെ വേദനയൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ ഇമോഷണലി കണക്ട് ആവാനാണ്. സോ ആകെ മൊത്തത്തിൽ നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പുതുമയോ അല്ലെങ്കിൽ നല്ല രുചിയോ ഒന്നും ഇല്ലാത്ത ഒരു ഭക്ഷണം കിട്ടുന്നത് പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു നടികർ. ഞാൻ ഇതിന് 3 out of 5 റേറ്റിംഗ് നൽകും. എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവാം. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക.